പ്രജിത, നമ്മുടെ പോലീസിന് ഈ പറയുന്ന പോലെ CPM നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പി ശശിയെ പോലുള്ളവരൊക്കെ നിയന്ത്രണം കൂടിക്കൂടി കണ്ണൂരത്ത് തന്നെ സഖാക്കള് പോലീസിനെ പിടിച്ച് പൂട്ടിയിടുന്ന അവസ്ഥയിലേക്കൊക്കെ പോയിരിക്കുന്നു. പൂശി കാണാനും സാധ്യതയുണ്ട്. അവരുടെ ഒരു സഖാവിനെ പിടിച്ച് വണ്ടി കയറ്റി. അതായത് കണ്ണൂർ തലശ്ശേരിയിൽ മണോളിക്കാവ് എന്ന സ്ഥലത്ത് അവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തില് തെയ്യം നടക്കുമായിരുന്നു. അപ്പൊ തെയ്യത്തിന്റെ കലാശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ CPM-ന്റെ സഖാക്കൾക്ക് വിപ്ലവ വീര്യം ഉണ്ടായി. അങ്ങനെ തെയ്യ കലാശത്തിനിടയിൽ അവർക്ക് വിപ്ലവം ആണല്ലോ അവരുടെ രക്തത്തിലുള്ള, എന്തിനും വിപ്ലവമാണല്ലോ. അപ്പോൾ അങ്ങനെ വിപ്ലവത്തിൽ അവർ ഇൻകുലാബ് വിളിച്ചു. ഇൻകുലാബ് വിളിച്ചപ്പോഴത്തേക്ക് നോർമലി BJP-ക്കാർ അതിനെ തെയ്യം കെട്ടി ആടണ കണ്ടപ്പോ ഇൻകുലാബ് വിളിച്ചു. അപ്പോൾ ഇൻകുലാബ് വിളിച്ചപ്പോഴത്തേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇന്നിപ്പം സംഭവം കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയെന്നുള്ളൂ. ഇന്നലെ മുതലേ ഖോ നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് അവിടെ വന്നു. പോലീസ് വന്നിട്ട് അതിൽ പ്രതിയായിട്ടുള്ള ജിതിൻ എന്ന് പറഞ്ഞ ഒരാളിനെ പൊക്കി. അവനെ വണ്ടിക്കകത്ത് കയറ്റാൻ നോക്കുമ്പോൾ നമ്മൾ ആ വിഷ്വൽസ് കണ്ടാലുണ്ടല്ലോ, പോലീസ് കൊണ്ടുപോകുന്നു, ഇവരിങ്ങോട്ട് ചെന്ന് അവനെ ഇറക്കി കൊണ്ടുവരുന്നു. അതായത് അതിനകത്തോട്ട് വണ്ടി കയറിയവനാണ്, അവനെ വണ്ടിക്കകത്തുനിന്ന് ഇറക്കി ചേട്ടന്മാരിങ്ങി കൊണ്ടുവരുന്നു. അപ്പോൾ 55 പേർക്കെതിരെയാണ് പോലീസ് ഇപ്പൊ അതിന് കേസെടുത്തിരിക്കുന്നത്. FIR ഇട്ടിരിക്കണ ഇതെങ്ങനെയെന്നറിയാമോ? ഇത് തലശ്ശേരിയാണ്. അവിടെ ഉള്ളവന്മാർ പറഞ്ഞ CPM-മാർ പറഞ്ഞു ഇത് തലശ്ശേരിയാണ്. കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ്. ഇവിടെ ഇത് തലശ്ശേരിയിൽ ഏതൊക്കെ പോലീസുകാരന്മാർ സ്റ്റേഷനിൽ ജോലി ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അല്ല ചേട്ടൻ ചിരിക്കണ്ട, അവിടെ ആക്ച്വലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ല, ഇത് എന്ത് രാജ്യമാണ് ഇത്? ക്രമസമാധാനം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായിട്ട് ഇതെന്താണ്? ഇതിപ്പോ എന്റെ സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെന്താ ബംഗാൾ? 5 കൊല്ലം ഭരിച്ച ബംഗാളിലൊക്കെ അവസാനം സംഭവിച്ചൊക്കെ അറിയാമല്ലോ. എനിക്ക് ഇത് ഭരിക്കുന്ന തലപ്പത്തിരിക്കുന്ന തല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? തല ആരാണ്? തല മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം അല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ നീതി നിയമവും വ്യവസ്ഥയും ഒന്നുമില്ല. എന്ത് നീതി? അത് അവര് പറയുന്നിടത്താണ് നീതി. കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് ഇവിടെ CPM പറയുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നീതി ഉണ്ടായിട്ടുണ്ടോ? ഒരു സാധാരണക്കാരന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നീതി കിട്ടിയിട്ടുണ്ടോ? അതൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ചേട്ടൻ ഇപ്പൊ തലശ്ശേരിയിലെ കാര്യം പറയുന്നു. ഈ കൂത്താട്ടുകുളത്ത് കലാരാജുവിനെ അവര് പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്, അത് എത്തരത്തിലായിരുന്നു കൊണ്ടുപോയത്? അപ്പൊ ഈ കണ്ണൂരത്തെ രാഷ്ട്രീയ കോലാഹലം മുഴുവൻ നമുക്കൊക്കെ അറിയാവുന്നതാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം, വരുന്ന വിഷ്വൽ അതാണ്. അതിനിപ്പോ നമ്മൾ ഏത് ലോകത്ത് പോയാലും എവിടെയാ? കണ്ണൂരാ. അല്ല, ഈ വിഷയം പറഞ്ഞപ്പോ പിന്നെ മലയാളത്തിലെ ഏഷ്യാനെറ്റിലാണ് പറയുന്നത്. ആ ആങ്കർ പറയുന്നുണ്ട്, ഓർമ്മയുണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ജയരാജൻ ജയിലിൽ ചെന്ന് ഇറക്കിക്കൊണ്ടുവന്ന രംഗമൊക്കെ. ഇനി പറയും. അപ്പോൾ അത്തരത്തിലുള്ള നീതി നടപ്പാക്കേണ്ട ചേട്ടൻ പറഞ്ഞ പോലെ പി ശശിനെയും എല്ലാവരെയും നമ്മൾ പറയും. പക്ഷെ അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ. അവിടെ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ മണ്ണിൽ മറ്റാർക്കും അവർ വിട്ടുകൊടുക്കില്ല. അത് നമ്മുടെ ഇവിടെ ഈ കൊച്ചു സ്ഥലമായിട്ടുള്ള കൂത്താട്ടുകുളത്തെ ഇവർ ഇത്രത്തോളം നടത്താമെന്നുണ്ടെങ്കിൽ, അതും ഇപ്പോൾ ഇത്രയൊക്കെ ആ ഒരു ജില്ല വിട്ട് ഇങ്ങോട്ടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 8 വർഷം ഭരിച്ചതിൻ്റെ ധാർഷ്ട്യം അവർക്കുള്ളത് കൊണ്ട് തന്നെയാണല്ലോ. ആ സ്ത്രീയുടെ അടിപ്പാവാട വരെ കുത്തിന് പിടിച്ച് അത് വലിച്ചെടുക്കാൻ വരെ പറയുകയും തൻ്റെ മകനേക്കാൾ പ്രായം കുറഞ്ഞ ഒരുത്തൻ പറഞ്ഞ വർത്തമാനം ആ സ്ത്രീ പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ പറയുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സഖാക്കൾ അത് പറയണമെങ്കിൽ കണ്ണൂരത്തെ സഖാക്കൾ ഇത് ചെയ്യും. കാരണം പിണറായി വിജയന്റെ നാടാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ. ചേട്ടൻ പല ചർച്ചകളിലും പറയാറില്ലേ, കണ്ണൂർ എന്ന് പറയുന്നതാണ് പാർട്ടിയുടെ ആസ്ഥാനം. അത് കണ്ണൂരാണ്. CPM എന്ന് പറഞ്ഞാൽ കണ്ണൂർ CPM തന്നെയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ധാർഷ്ട്യത്തിന് അനുസരിച്ചിട്ട് അവിടുത്തെ നേതാക്കൾക്കും അവിടുത്തെ ഒരു മൺതരിക്ക് പോലും ആ ധാർഷ്ട്യം ഉണ്ടാവും ചേട്ടാ. ഈ തെയ്യത്തിന്റെ സമയത്ത് എന്ത് അർത്ഥത്തിലാണ് ഇവന്മാർ പോയിട്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? വിപ്ലവമൊക്കെ അവന്റെ
ഞാൻ പറയുന്നില്ല, വിപ്ലവം നടത്തേണ്ട സ്ഥലമാണല്ലോ തെയ്യം നടക്കുന്നത്. ഇത് മനഃപൂർവ്വം അത് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കരുതി കൂട്ടിച്ചെന്നതാണ്. ഇതിന് പിന്നിൽ കൃത്യമായിട്ട് ഇവരെ പ്രകോപിതരാക്കാനും അവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം ഈ CPM-കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് അവിടെ ഇവർക്ക് പ്രക്ഷോഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കേണ്ട എന്തെങ്കിലും ഒരു വിഷയം ഏറ്റവും അടിത്തട്ടിയിൽ ഉണ്ടായിട്ടുണ്ടാകും. അത് ഇവര് പറയുന്നു, പുറമേക്ക് പറയുന്നു. പക്ഷേ ഈ പ്രക്ഷോഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവർ തെയ്യം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് എന്തിനാണ് ഇൻകുലാബ് വിളിക്കുന്നത്? ഇതിനു മുമ്പും അവിടെ തെയ്യം നടന്നിട്ടില്ലേ? ഇപ്പോൾ തെയ്യക്കാലമാണ്. അവിടെ മൊത്തം കണ്ണൂർ ജില്ലയിലും കാസർഗോഡുമായിട്ട് തെയ്യങ്ങൾ നടക്കുന്ന ഒരു ഉത്സവം നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് തെയ്യം നടക്കുമ്പോൾ അവർ വന്ന് ഇൻകുലാബ് വിളിക്കുന്നത് എന്തിനാ? ഈ കണ്ണൂരിലെ പാർട്ടി CPM ഭരിക്കുന്ന അമ്പലങ്ങളുണ്ട്, അവിടെ ഇവർ പോയി വിളിക്കുന്നുണ്ടാവുമോ? അപ്പോൾ അതിന് പിന്നിൽ വെറുതെ ഒന്നുമല്ല, അവിടെ ആരെങ്കിലും ഇവർക്ക് ചൊറിയാനുണ്ടാവും, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുണ്ടാകും എന്നാണ് ഞാൻ കണക്ക്. പക്ഷേ ഇതൊക്കെ കണ്ണൂരാണ്, CPM ആണ് ഭരിക്കുന്നത്, തലശ്ശേരിയാണെന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ ശരിയാണോ? ഒരു പ്രശ്നം ഉണ്ടായി, ഒരു പോലീസ് വന്ന് പിടിക്കുമ്പോൾ നമ്മളെല്ലാവരും നിയമം നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ഇപ്പൊ അതിലൊരു സ്ത്രീയാണ് SI ആയിട്ടുള്ളത്, അവരെ കൂടെ ചേർത്തുകൊണ്ടാണ്, അവരെയൊക്കെയാണ് തള്ളിക്കൊണ്ട് മാറ്റിക്കൊണ്ട് ഇവന്മാരെ അകത്ത് പിടിച്ച് പോലീസ് ജീപ്പിനകത്ത് ഇരുത്തിയിരിക്കുന്ന ആളിനെയാണ് ബലപ്രയോഗത്തിലൂടെ തിരിച്ച് വെളിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ പ്രജിത പറയുന്നു അതിങ്ങനെ നടക്കുള്ളൂ എന്നൊക്കെ പറയില്ലേ. ഇതേപോലെ തന്നെ വേറെയും സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പോളിടെക്നിക്കിൽ പിന്നെ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ 1-2 പിന്നെ ITIകളിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇത്തരത്തിൽ SFIയും വേറെ KSU സംഘടനകളും തമ്മിൽ അവർ തർക്കം നടക്കുമ്പോൾ ദേശാഭിമാനിൻ്റെ ഇത് ഞാൻ മുമ്പ് നടന്നൊരു സംഭവം പറയുകയാണ്. അതായത് നമ്മുടെ MP ജയരാജന്റെ മണ്ഡലമായ മട്ടന്നൂർ MP ജയരാജന്റെ അല്ല, ശ്രീമതി ടീച്ചറാണ് മട്ടന്നൂർ. എന്തായാലും മട്ടന്നൂർ ശൈലജ ടീച്ചർ, യെസ് അതാണ് കറക്റ്റ്, ശൈലജ ടീച്ചർ. മട്ടന്നൂര് നടന്നൊരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് പോലീസ് ഈ പറയുന്ന വിദ്യാർത്ഥികളെ വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റുന്ന സമയത്ത് ദേശാഭിമാനിയുടെ പ്രാദേശിക ലേഖകൻ ഉൾപ്പെടെയുള്ളവർ കയറി പോലീസ് ജീപ്പിനകത്തുനിന്ന് ഈ പിള്ളേരെ തിരിച്ചിറക്കി. അന്ന് പോലീസുകാർക്ക് തങ്ങൾക്ക് അവിടെ പോലീസ് അവരുടെ അതോറിറ്റിക്ക് അവരെ അറിയിച്ചു, ഞങ്ങൾക്കിവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ അവരുടെ സേനയിൽ അറിയിക്കേണ്ട ഉയർന്ന ഉദ്യോഗസ്ഥരെ അവരെ അറിയിച്ചു, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങളെ ഇവിടുന്ന് മാറ്റിത്തരണം എന്ന്. പോലീസുകാർ ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്ന് അറിയിച്ചു, അതും കണ്ണൂരാ. അപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് ഇതിൽ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രജിത പറഞ്ഞ പോലെ 8 കൊല്ലത്തെ ഭരണം കൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും അടങ്ങുന്നവരെല്ലാം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് തോന്നിയത് ആ ജനസമ്പർക്ക യാത്രയാണോ നവകേരള യാത്ര. ഈ നവകേരള യാത്രയിൽ ഈ കണ്ട ചെറുപ്പക്കാരെല്ലാം DYFIക്കാരെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം എല്ലാവർക്കും ഉള്ളതാണ്. പ്രതിഷേധിക്കുക എന്നുള്ളത് മാന്യമായ രീതിയിൽ പ്രതിഷേധിക്കുക. കരിങ്കൊടിയൊക്കെ പിടിക്കും, നമ്മളെല്ലാവരും പ്രതിഷേധിച്ചിട്ടുണ്ട്. അന്ന് ഈ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? രക്ഷാപ്രവർത്തനമാണ്. അത് കഴിഞ്ഞ് ഇന്നലെ SFIയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോഴത്തേക്കും മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക എന്നൊക്കെ. അപ്പൊ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് നിങ്ങൾ തല്ലിക്കോ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ സഹിക്കാൻ നമ്മളിതൊക്കെ കാണാനും കേൾക്കാനും ഇവിടെ കേരളത്തിൽ വിധിക്കപ്പെട്ടവരാണ്. കാരണം വോട്ട് ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു, വോട്ട് ചെയ്ത് രണ്ടാമതും ജയിപ്പിക്കുമ്പോൾ ഓർക്കണമായിരുന്നു മൂർഖനെയാണ് കയറ്റി തലയിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അല്ല എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലീസുകാരുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സംരക്ഷണയിലുള്ള ആ 2 പാവം KSU യൂത്ത് കോൺഗ്രസ് പിള്ളേരൊക്കെ തല്ലിയാലും പട്ടിയെ പോലും കൊല്ലത്തില്ലല്ലോ, പട്ടിയെ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇത് എന്ത് അരാജകത്വം? അരാജകത്വം. പട്ടിയുടെ വില സാധാരണ ജനങ്ങൾക്ക് ഇല്ലെന്നേ. ചേട്ടൻ ഇത്രയും ആത്മരോഷം കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ മുടിഞ്ഞ ഭരണം ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് വരെ ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുള്ളൂ. ഇനിയും ജയിപ്പിക്കാനാണ് സാധ്യതയെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയും കൂടി ആണെന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം നടക്കും. നമുക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നമുക്ക് കറുപ്പല്ല, അപ്പോഴേക്കും മുഖ്യമന്ത്രിക്ക് അലർജിയുള്ള മറ്റേതെങ്കിലും ഒരു നിറം കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതും ഇടാൻ പറ്റില്ല. രക്ഷാപ്രവർത്തകർ കൂടും. മുഖ്യമന്ത്രിക്ക് ഗുണ്ടകളെ ഉണ്ടാക്കാനാണ് ഈ SFI എന്ന് പറയുന്ന പാർട്ടി, ഒരു പോഷക സംഘടനയെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയത് മുതലുള്ള കാലഘട്ടം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ SFIയുടെ പോക്ക് വഴിതെറ്റിയ പോക്കായിരുന്നു. അതിനു മുമ്പൊന്നും ഇത്രയ്ക്കൊന്നും SFI എന്ന് പറയുന്ന സംഘടന, വിദ്യാർത്ഥി സംഘടന അധപ്പതിച്ചു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും ഒരു കലാലയത്തിൽ
പഠിച്ച് വന്ന ആളാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ കണ്ട അത്രയും വൃത്തികെട്ട ഒരു രീതിയിലേക്ക്, അതായത് അണികളെ കിട്ടാനില്ലാതാവുമ്പോൾ, ഗുണ്ടകളെ കിട്ടാനില്ലാതെയാകുമ്പോൾ ഇവർ ഇതിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുത്തിട്ടാണ് അവരുടെ കയ്യിൽ വാളും കമ്പിവടിയും എല്ലാം, ഹോക്കി സ്റ്റിക്ക് ഉൾപ്പെടെ കൊടുത്തിട്ട് കലാലയങ്ങളിലേക്ക് ഉൾപ്പെടെ ഇവരെ ഇറക്കി വിടുന്നത്. അതായത് പുറമെ നിന്ന് ചേട്ടൻ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ പുറകിൽ ആളുണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിലേ അത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സ്വയം അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ കഴിയുമെന്ന് നമുക്ക് തോന്നണം. ഇവരെ സംരക്ഷിക്കാൻ ഇവരുണ്ട് എന്നുള്ളത് ഇവരുടെ ഉറപ്പാണ്. കൊടിസുനിയെയും കിർമാണി മനോജിനെയും ഒക്കെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് തനിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന ഇവരെ സംരക്ഷിക്കാൻ കഴിയില്ല? അല്ല, ഇന്നലെ മുഖ്യമന്ത്രി SFIയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞതിന്റെ ആ ഒരു പഞ്ചേന്ദ്രിയാണ് തന്നെ പറഞ്ഞത്. തെറ്റ് പറ്റിയെങ്കിൽ പറ്റിയില്ല എന്ന് പറഞ്ഞാല് ഇതൊക്കെ പറ്റും. ഇതൊക്കെ ഞങ്ങളുടെ പിള്ളേരുടെ ചെറിയ ലീലാവിലാസം, ചെറിയ കളി, പിള്ളേര് കളി, അത് അത്രേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുള്ളൂ. അതിൽ നമ്മൾ ഇതിലൊക്കെ ആത്മരോഷം കൊണ്ട് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഈ ജനങ്ങളുടെ ആത്മരോഷമൊക്കെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. ഇത് അതൊന്നുമല്ലാത്ത പക്ഷം അടുത്ത വോട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം അനുഭവിക്കാം എന്ന് മാത്രമേ എനിക്കിതിലൊക്കെ പറയാനുള്ളൂ.